നിങ്ങളിപ്പോൾ ഇങ്ങനെ മാറ്റി പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? ആ ഇത്രയും റേറ്റൊക്കെ ആകും. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ നിങ്ങളെ ഇപ്പോഴല്ലേ കാണുന്നത്. എൻ്റെ ചേട്ടാ, ഞങ്ങൾ വ്യാഴാഴ്ച ഒന്ന് ഓർഡർ ചെയ്തതല്ലേ, അപ്പോൾ എന്താ പറയാത്തത്? ആ അതന്നത്ര റേറ്റ്. ഓണമാണെന്ന് ചേട്ടൻ രാവിലെയാണ് അറിഞ്ഞത്. എന്തു പറഞ്ഞാലും ഞാൻ പറഞ്ഞ പൈസ തരാതെ സാധനം ഇറക്കാൻ പറ്റില്ല. ചേട്ടാ ഇവിടെ വന്നിട്ട് ഇത്രയും കാശൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ അവിടെ നിർത്തിട്ട് തരാനാണ്. ചേട്ടാ എന്നിട്ട് അന്നേ പറയണമായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ പൈസ തന്നാൽ സാധനം ഇറക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സാധനം വണ്ടിയിലിരിക്കും. എന്നാ പിന്നെ ചേട്ടാ സാധനം വേണ്ടി തന്നെ വെച്ചോ, എനിക്കിങ്ങ് വേണ്ട. നിക്കടാ, ഇക്കണ്ട ലോഡ് മുഴുവൻ കണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ നിനക്കൊന്നും വേണ്ടേ? മര്യാദക്ക് പറഞ്ഞ കാശ് തന്നിട്ട് സാധനം എടുത്തോണ്ട് പോകും. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ഇതെന്ത് ഇത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, പോലീസിനെ വിളിക്കും. നോക്കിയോ എടാ പൊട്ട, അവരെ വിളിച്ചാൽ അവർക്ക് കൂടി കൊടുക്കേണ്ടി വരും. എവിടെ സമയം ക്ലയന്റ് വിളി തുടങ്ങി. പൂക്കളുടെ കാര്യം ഏറ്റെടുക്കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എന്താ സമയം പ്രശ്നം? നമ്മൾ പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതൽ വയ്ക്കാം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി. എന്റെ ചേട്ടാ, റേറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ആദ്യം സംസാരിച്ച് ഓക്കെ പറഞ്ഞതല്ലേ. എന്റെ മോളെ ഡയലോഗ് അടിക്കാതെ പറഞ്ഞ കാശ് വെച്ചിട്ട് സാധനം എടുത്തോണ്ട് പോകും, അല്ലെങ്കിൽ വാലുമുറിയും. ഇത് സ്ഥലം വേറെയാ. ശരി, നമുക്ക് സംസാരിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടാവും. ഞാൻ നോക്കട്ടെ കേട്ടാ. ആ പോലീസിനെ പട്ടാളത്തിനെ ആര് വേണമെങ്കിലും വിളിക്കും. പോലീസും പട്ടാളൊന്നും അല്ല, ഞാൻ വിളിക്കാൻ പോകുന്നതേ കുറ്റാലി ശ്രീധരനെയാ. ശ്രീധരേട്ടനെ അറിയോ? അമ്മാവനാ. എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ മോളെ. മോള് ഫോൺ എവിടെ വെക്ക്, ലോഡ് എവിടെയാ ഇറക്കേണ്ടത്? പിന്നല്ല. ഇതാരേ കുറ്റാലി ശ്രീധരൻ? പുള്ളി ഇവിടുത്തെ യൂണിയൻ ലീഡറാണ്. അത് കണ്ട പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കണത്. ഇയാൾ നിന്റെ അമ്മാവനാണോ? ആരുടെങ്കിലും അമ്മാവനായിരിക്കും, എന്റെയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, എന്തേ വീട്ടിലേക്ക് വരുന്നുണ്ടാ? പായസം ഉണ്ടാക്കുന്നുണ്ട്. ഞാനാ പ്രിപ്പറേഷൻ. എന്ത് പായസാ? പരിപ്പ് പായസം. ആഹാ, എൻ്റെ ഫേവറേറ്റ് പരിപ്പ് പായസം. താൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ ഓർക്കണില്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്. ആ അവനാശേ, തൻ്റെ വർക്കൊക്കെ കൊള്ളാം. ഇത്ര പെർഫെക്ഷനുള്ള വെഡിങ് വർക്കിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആർട്സിൻ്റെ ബഡ്ജറ്റ് കുറവ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. സാരമില്ല, എന്നാലും കൊള്ളാം. താങ്ക് യു സർ. എടോ അവനാശ്, താൻ ഇവിടെ വരുന്നോളം വരെ എനിക്ക് തന്നെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഈ റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നവരെ എനിക്ക് പുച്ഛമാണ്. എന്നാന്നറിയോ, ഇവന്മാരൊക്കെ നല്ല പണി എന്നുള്ള ചരിത്രമുള്ളൂ. അല്ല, ഞാനങ്ങനെ. എടോ, താൻ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു കേട്ടോ. ഞാൻ അനുഭവം പറഞ്ഞ വേറൊന്നുമല്ല. എടോ അതല്ല, തനിക്ക് കഴിവുണ്ട് കേട്ടോ. ഒരു ഫിലിം മേക്കറുള്ള കഴിവ് തനിക്ക് കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിച്ചോ. ഇപ്പം സാധാരണ ആളുകൾ ഒരു ഷോർട്ട് ഫിലിം തട്ടിക്കൂട്ടി എല്ലാം കഴിഞ്ഞ് ഡയറക്ടർ ഒരു ആക്ടറെ പിടിച്ച് ഡേറ്റ് എടുത്ത് ഒരു പ്രൊഡ്യൂസറെ കൂട്ടി ഒരു പടം തട്ടിക്കൂട്ടിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. താനെന്താ പടം ചെയ്യാൻ? ഞാനും എല്ലാവരും പോലെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മൈൻഡിലുള്ള മൂവി അതേപോലെ തന്നെ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതുമല്ല, എനിക്ക് സാറിനെ അസിസ്റ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാറിനെ അസിസ്റ്റ് ചെയ്തവരെല്ലാവരും ഇപ്പോൾ വലിയ ഡയറക്ടേഴ്സ് ആണല്ലോ. ആ ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാൽ അവളെ അടുത്ത് കാണത്തില്ല. കൊടുക്ക, അവിനാശിന് കൊടുക്കും. താങ്ക് യു. അവിനാശേ, വൈഫ് നല്ല കുക്കാ. ഓണം സ്പെഷ്യലാ, ഗോതമ്പ് പായസം. മോളേത് അവിനാശ്, നമ്മുടെ അടുത്ത പടത്തിന് അസിസ്റ്റ് ചെയ്യാൻ വന്ന. താങ്ക് യു. അവിനാശേ, ഗോവയിലെ ഒരു ആടിന് ഷൂട്ട് നടക്കുക. അവിടെ ഷൂട്ട് ബ്രേക്ക് ചെയ്തു. ഓണത്തിന് വീട്ടിൽ വന്നില്ല, ഒരു സുഖവുമില്ല. ഞാൻ നാളെ പോവും. 2 ദിവസം ഷൂട്ടുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് പുതിയ വർക്കിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ കൊച്ചി വെച്ചാണ് അടുത്ത ഷെഡ്യൂൾ എടുക്കുന്നത്. താൻ ഒരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് വിളിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, ശരി. കണ്ടിട്ട് എന്തായാലും സംഭവം കളറായിട്ടുണ്ടല്ലേ? കണ്ടിട്ട് തന്നെ ഏതാണ്ട് പോലെ. നല്ല ടേസ്റ്റ് ഉണ്ടാവല്ലോ അപ്പ. എടാ നോക്കി വെള്ളറക്കാത. അതല്ല ഏട്ടാ, ഇത് കഴിച്ചു നോക്കാതെ എങ്ങനെയാ ടേസ്റ്റ് അറിയാൻ പറ്റണേ? അത് കറക്റ്റാട്ടാ, ഞാനേ കുറച്ചെടുത്തിട്ടേ. അതല്ല, ചേട്ടൻ കഴിച്ചു നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? ഉണ്ടാക്കിയുള്ള ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റത്തില്ല. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? കുറച്ച് കഴിക്കണം.
ഒരു ഗ്ലാസ് എടുത്തിട്ട് വാ. എന്റെ ദൈവമേ, ഒരു സ്പൂൺ. കൊല്ലു ചങ്ങായി. മതിയാ? കുറച്ചുകൂടെ വേണമായിരിക്കും. ടേസ്റ്റ് ചെയ്യാൻ ഇത്രയൊക്കെ മതി. അണ്ണാക്ക് പൊള്ളാൻ നോക്കണം. ഓക്കെ. സൂപ്പറാണ്, ഒന്നും പറയാനില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ പറ, ഞാൻ കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ. അടിപൊളിയായിട്ട് ചേട്ടാ. കുറച്ച് തൂക്കുപാത്രത്തിൽ തന്നോടൂ എനിക്ക്. അതെന്തിനാണ്? സുകുമാരൻ ചേട്ടൻ എങ്ങനെ ചോദിച്ചാ? അച്ഛൻ എന്ന് പറഞ്ഞ. എന്നാ അച്ഛൻ എങ്ങനെ ചോദിച്ചാ? ആ അത് തരാം. ചേട്ടാ ഇത് ഇത്തിരി കട്ടി കൂടിപ്പോയിട്ടുണ്ടോ? കട്ടി കൂടുതലുണ്ട്, അതെനിക്കും തോന്നിയടാ. അത് നമുക്ക് റെഡിയാക്കാം. ഞാൻ ഗ്ലാസ്സിങ് തന്നെ അവരെത്തുമ്പോഴേക്കും കഴുകി വെക്കാം. നീ കഴുകൊന്നും വേണ്ട, ഇങ്ങടോ. നീ ഒരു പണിയേ, നീയേ അവിടെ തേങ്ങാപ്പാൽ ബാക്കിയാൻ വെച്ചിട്ടുണ്ട്. നീ നേരത്തെ ആ പായസത്തിൽ ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്ക്, അപ്പൊ ലൂസായിക്കോളൂ. എന്താണ് ഒരു സ്മെല്ല് വ്യത്യാസം? എനിക്കും തോന്നി. നീ പാലൊഴിച്ചില്ലേ? ഒഴിച്ചല്ലേ? എടാ തൈരാണോ? തൈരാണത്? അയ്യോ ചേട്ടാ, തൈര പോയി, എന്റെ പായസം പോയി. ഞാൻ അവരൊരു എന്തെടുത്തും കൊടുക്കോ ദൈവമേ. ചേട്ടാ സാരമില്ല, ഒക്കെ ശരിയാ. ഗുണ്ടേ വിളിച്ചിട്ടൊന്നുമില്ല. എന്തായാലും എന്താണ് നിനക്ക് കുറേ നേരമായിട്ടൊരു വശപ്പശക്ക്? എന്താടാ? അല്ലളിയാ, എന്തുപറ്റി? അളിയാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പായസം കുളമായി. എടാ കാലമാടാ, പറ്റില്ലെങ്കിൽ കിടന്ന് ഏക്കാൻ നിൽക്കരുതടാ. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ നീ ഒന്നും പറയണ്ട, മനുഷ്യൻ കൊതിച്ചു വന്നതാ. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് എന്തോരം പായസം ഫെസ്റ്റ് കണ്ടതാണോന്ന് അറിയാവി. എന്നിട്ട് അവിടെ ഒന്നും കേറാണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വന്നിട്ട് നശിപ്പിച്ചു. എനിക്കിന്ന് ദിവ്യയുടെ വീട്ടിൽ പരിപ്പ് പായസം ഉണ്ടായിരുന്നാണ്. ആ പായസം പോയില്ലേ? ആ പായസം എപ്പ ചെന്നാലും കിട്ടും, അവിടെ തന്നെ കാണും. ഇനി അവര് വരുമ്പോ ഞാൻ എന്തെടുത്ത് കൊടുക്കുന്ന ആലോചിക്കുന്നത്. നീ എന്താണ് ഇങ്ങനെ? നിങ്ങളെല്ലാവരും അവരവരുടെ കാര്യം പറഞ്ഞോ. എന്റെ ഇഷ്ടം എന്താണ് ഇതുവരെ ആരെയും ചോദിച്ചിട്ടുണ്ടോ? ഈശ്വര അവര് വന്നു. ദിവ്യ ഉണ്ടായിരുന്നു. ഞാനല്ലേ ഇവരെ പിക്ക് ചെയ്ത്. അപ്പൊ പരിപ്പ് പായസം എനിക്ക് മടിയായി. രാവിലെ തുടങ്ങി പറയാം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അതിനതാ ശരിയായിട്ട്